ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷമാണ് വീണ്ടും ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. നമ്മളൊരു സീരീസ് പോലെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ പറയുന്ന പോലെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഒരു വീട്ടിൽ ഒറ്റയ്ക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് വീട്ടിൽ ഉമ്മയും വാപ്പിയും ആച്ചു ആരും ഇല്ല. ഉമ്മയും വാപ്പിയും മലപ്പുറത്ത് ഒരു ഡോക്ടറെ അടുത്ത് പോയേക്കാണ്. ആച്ചു പിന്നെ സ്കൂളിൽ പോയി. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിലൊറ്റയ്ക്ക്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഞാൻ ബൂസ്റ്റ് കുടിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ ബൂസ്റ്റിൻ്റെ 2 സാഷേ വാങ്ങിയിട്ട് പിന്നെ പാൽപ്പൊടിയും വാങ്ങി, പാല് വാങ്ങിയില്ല. എന്നിട്ട് അത് ഉണ്ടാക്കാൻ പോവാണ്. എനിക്ക് പിന്നെ ബൂസ്റ്റൊക്കെ കുടിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിക്ക് ആ ഒരു ബൂസ്റ്റിൻ്റെ ഫ്ലേവർ ഇങ്ങനെ ഫസ്റ്റ് തന്നെ നിൽക്കണം. അതുകൊണ്ട് ഞാൻ 2 പാക്കറ്റ് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ പാൽപ്പൊടി ഞാൻ 1 പാക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ധാരാളമാണ്. ഞാൻ 1 കപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ബൂസ്റ്റ് കുടിക്കുകയാണെങ്കിൽ കുടിച്ചെന്ന് തോന്നണം. അതുകൊണ്ട് ഞാൻ 2 പാക്കറ്റ് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ബൂസ്റ്റും ഹോർലിക്സൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ പണ്ട് മുതലേ നമ്മളിതൊക്കെ കഴിച്ച് വളർന്നതാണല്ലേ. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് പ്രത്യേകതരം ഒരു നൊസ്റ്റുമാണ്. എനിക്കാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഹോർലിക്സ് ഒക്കെ കുടിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു നൊസ്റ്റുമാണ്. പ്രത്യേകിച്ച് അത് ഉണ്ടാക്കി കഴിയുമ്പോഴുള്ള ഒരു സ്മെല്ല്, അത് മാത്രം മതി നൊസ്റ്റു വരാനായിട്ട്. പിന്നെ ഞാനാണെങ്കിൽ പണ്ടൊക്കെ ഈ ബൂസ്റ്റും ഹോർലിക്സൊക്കെ കുടിക്കൽ കുറവായിരുന്നു. മിക്കപ്പോഴും അതിൻ്റെ ഓരോ കുപ്പി വാങ്ങി വെക്കുന്ന സമയത്ത് ഉമ്മയൊക്കെ കാണാണ്ട് അടുക്കളയിൽ കയറിയിട്ട് ഓരോ സ്പൂൺ എടുക്കും, കഴിക്കും. അങ്ങനെയായിരുന്നു. മിക്കവാറും നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. പിന്നെ ഞാൻ ബൂസ്റ്റൊക്കെ ഉണ്ടാക്കി പുറത്ത് വന്ന് നോക്കിയപ്പോൾ നല്ല മഴക്കാറുണ്ട്. മഴക്കാറൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ മഴ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോ എടുക്കൽ പരിപാടികളൊന്നും നടക്കൂല. എന്നാൽ പിന്നെ മഴയൊക്കെ ആസ്വദിച്ച് നല്ല ചൂട് ബൂസ്റ്റ് കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ബൂസ്റ്റ് നന്നായിട്ട് ഇളക്കി ഒഴിക്കുന്നുണ്ട്. കാരണം ഇത് കലക്കി കഴിയുമ്പോൾ അതിൻ്റെ പൗഡർ ഇങ്ങനെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഒരു തരി പോലും വേസ്റ്റ് ആക്കാണ്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുടിച്ചു നോക്കിയപ്പോഴാണ് ചെറിയൊരു മധുരത്തിൻ്റെ കുറവുണ്ട്. ഞാൻ ആ പൗഡറിലുള്ള ആ ഒരു മധുരം ഓക്കെ ആവും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത്. പക്ഷേ കുറച്ചും കൂടെ മധുരം വേണം. പിന്നെ ഞാൻ രാവിലത്തെ ടൂഡൊക്കെ എഴുതി. ഇന്ന് പിന്നെ ആരും വീട്ടിലില്ലാത്ത കാരണം കുറച്ച് പണികളൊക്കെ തീർക്കാനുണ്ട്. പിന്നെ നമ്മളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം. മഴയൊക്കെ ആയതുകൊണ്ട് സൗണ്ടിനൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്ന കാരണം ലാസ്റ്റ് ആവുന്ന സമയത്ത് സൗണ്ടൊക്കെ പോകട്ടോ. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. പിന്നെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി മുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന്. പക്ഷേ പറയുന്ന പോലെ അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഡേ ഇൻ മൈ ലൈഫിൽ എല്ലാ വീഡിയോയിലും നിങ്ങൾ കാണുന്നത് രാവിലെ എണീക്കുന്നു, ചായ കുടിക്കുന്നു, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നു, രാത്രി ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. അപ്പോൾ ഇതിൽ വ്യത്യസ്തമായിട്ടൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് എല്ലാ ദിവസവും ഇടാൻ പറ്റാത്തത്. അങ്ങനെ ബൂസ്റ്റൊക്കെ കുടിച്ച് കഴിഞ്ഞ് എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഡെസ്കൊക്കെ ക്ലീൻ ആക്കാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. പിന്നെ എല്ലാ ദിവസവും എന്തിനാണ് ഇങ്ങനെ ക്ലീൻ ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ റൂമിൽ നന്നായിട്ട് മാറാല വരുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ അലർജി ഉള്ളത് കാരണം കുറച്ച് മാറാല ഉണ്ടെങ്കിൽ തന്നെ അന്നത്തെ ദിവസം ഫുള്ളായിട്ട് തുമ്മി പോവും. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ മാറാലൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ് വീഡിയോ എടുക്കാൻ നിൽക്കുക. അങ്ങനെ അധികം മാറാലൊന്നും ഉണ്ടാവില്ല, എന്നാലും ഡെസ്കിൽ ഇങ്ങനെ പൊടിയായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി. പിന്നെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പുട്ടും പഴവും വെച്ചിട്ട് ഇങ്ങനെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പെർഫെക്ഷൻ കുറവൊക്കെ ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് കഴിക്കാൻ പറ്റിയില്ല, വെന്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന്. അപ്പോൾ വീഡിയോ എടുക്കുന്നത് ആരാണ്? ആച്ചു ആണ് കേട്ടോ. ആച്ചു സ്കൂളിൽ പോണതിന് മുന്നെടുത്ത വീഡിയോ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് അവൾ പോകാറുള്ളത്. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാൻജിയോ എന്ന് പറഞ്ഞ ചേട്ടനില്ലേ യൂട്യൂബിൽ, ആളുടെ വീഡിയോ കണ്ടിട്ടാണ് പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഞാൻ പഠിച്ചത്. എന്നിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സൊക്കെ കറക്റ്റ് ആയിരുന്നു. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയെന്ന് അറിയില്ല, കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചെറുതായിട്ടൊന്ന് വേവാനുണ്ടായിരുന്നു. അപ്പോൾ പുട്ടിൻ്റെ ആ ഒരു പൊടി മിക്സ് ചെയ്തതിൻ്റെ കുഴപ്പമാണോ, ആവി വരാത്തതിൻ്റെ കുഴപ്പമാണോ, ഒരു 10-15 മിനിറ്റൊക്കെ ആവി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറ്റിയെന്ന് അറിയില്ല. പിന്നെ ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ട്രയലൊന്നും പുട്ടുണ്ടാക്കുന്നത് കറക്റ്റ് ആവില്ല. അങ്ങനെ നമുക്ക് സമാധാനിക്കാം. പിന്നെ ഈ ഒരു ഉപ്പേരി ഉണ്ടായിരുന്നത്, ഞാൻ അതും വെച്ചിട്ടൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പഴത്തിന് പകരം ഉപ്പേരി ഇട്ടിട്ട് പുട്ടുണ്ടാക്കി നോക്കി. മൊത്തത്തിൽ ഒരു പുട്ടിൻ്റെ മേളായിരുന്നു. അങ്ങനെ ഇതും സെറ്റാക്കി 2 ടൈപ്പ് പുട്ടാണ് രാവിലെ തന്നെ കഴിച്ചത്. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാണ്ട് കഴിക്കാൻ പറ്റിയിട്ടാ. കഴിച്ചിട്ട് വയറിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു, 2 ടൈപ്പ് പുട്ട്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി സെറ്റായി. ആദ്യത്തെ ഒരു കണ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ കോൺഫിഡൻസ് ആയി. പിന്നെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വായ വെക്കാൻ കൊള്ളൂല എന്ന്. അതായത് ചെറുതായിട്ട് ഒന്ന് വേവാനുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല.
അങ്ങനെ ഞങ്ങൾ രണ്ടാളും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എന്നിട്ട് ആറ്റു സ്കൂളിൽ പോയി. പിന്നെ അലക്കാൻ കുറച്ചുണ്ടായിരുന്നു, അത് അലക്കി കഴിഞ്ഞിട്ട് ഉണക്കാനായിട്ട് പോവാണ്. മൊത്തത്തിൽ ഓട്ടോമാറ്റിക് അല്ലാത്തത് കാരണം ബാക്കി നമ്മൾ ചെയ്യണം, അലക്കി മാത്രം തരുള്ളൂ. അപ്പോൾ അലക്കിയ ഡ്രസ്സൊക്കെ പിഴിഞ്ഞ് അത് ഉണക്കാനിട്ടിട്ട് ഞാൻ നമ്മളുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ട്രൈപ്പോഡാണെന്നുണ്ടെങ്കിൽ ഈ ക്യാമറ വെക്കുന്ന ആ ഒരു സംഭവം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊന്ന് സെറ്റാക്കാൻ തന്നെ കുറച്ച് നേരം എടുക്കും. അങ്ങനെ അതൊക്കെ സെറ്റാക്കി നമ്മുടെ യൂട്യൂബ് ടിപ്സിൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ അല്ലേ, നമ്മൾ യൂട്യൂബിൻ്റെ ടിപ്സ് പറഞ്ഞിട്ടും വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. അത് ചാനലിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഉച്ചയായി കഴിഞ്ഞപ്പോൾ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ. വഴുതന ഇഷ്ടമല്ല എന്ന് പറയുന്നവരും എന്തായാലും ഇത് ട്രൈ ചെയ്യുക. അടിപൊളി സാധനമാണ്. വഴുതനങ്ങ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ ഒരു ചമ്മന്തി നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ അടിപൊളി ചമ്മന്തി ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് 3 ഇൻഗ്രീഡിയൻസ് ആണ്. വഴുതനങ്ങ, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഉണക്കമുളക്, പിന്നെ നമുക്കതിന് മസാല തേക്കാനായിട്ട് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഈ 3 സംഭവവും കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് വഴുതനങ്ങയിലൊന്ന് തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ കുറച്ച് നേരം വെച്ചിട്ട് വഴുതനങ്ങ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് പിന്നെ വഴുതനങ്ങനോട് അങ്ങനെ ഇഷ്ടക്കേടൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വഴുതനങ്ങയും വെണ്ടയ്ക്കൊക്കെ. പക്ഷേ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ്. നമ്മൾ സാധാ വഴുതനങ്ങയൊക്കെ ഉപ്പേരിയാക്കി തിന്നുന്നതിനേലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത്. അതുകൊണ്ടാണ് നിങ്ങളോട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ വഴുതനങ്ങ ഒന്ന് പൊരിച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് വെളുത്തുള്ളിയും ഉണക്കമുളകും നന്നായിട്ടൊന്ന് പൊരിക്കണം. അതായത് കരിഞ്ഞ പോലെ ആവണം, എന്നാലേ നമുക്കിതുപോലെ ഒന്ന് ഉടച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഉണക്കമുളകൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു വരണം. അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഞാനപ്പോൾ ചോറ് തിന്നാൻ എനിക്ക് അങ്ങോട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ ചപ്പാത്തി ചൂടാക്കിയിട്ട് അതാണ് കഴിക്കുന്നത്. നമ്മുടെ റെഡിമെയ്ഡ് ചപ്പാത്തി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയതല്ല, ചൂടാക്കിയിട്ട് അതും കൂട്ടിയാണ് കഴിക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് സിനിമ കണ്ടിട്ടാണ് ഞാൻ ചോറ് കഴിക്കാറ്. ഇന്ന് പക്ഷേ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് സ്റ്റാർ മാജിക് കണ്ടിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അങ്ങനെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളുടെ കവായി ഗേൾസിൻ്റെ സ്റ്റിക്കേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുത്താലും അൺബോക്സിങ് ഉണ്ടല്ലോ എന്ന്. അങ്ങനെയല്ല ഗൈസ്, അൺബോക്സിങ് ഉള്ള ദിവസം ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സംഭവം എന്തായാലും കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈവനിങ് ആയപ്പോൾ ഈ ഒരു കട്ട്ലേറ്റും പരിപ്പോടയും കഴിച്ചു. ഈ ഒരു കട്ട്ലേറ്റ് കാണുമ്പോൾ കരിഞ്ഞ പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അടിപൊളി സാധനമാണ്. പിന്നെ ഞാനൊരു കൊള്ളി വറുത്ത് കഴിച്ചു. പിന്നെ രാത്രി ആയപ്പോൾ എനിക്ക് ചോറിനോട് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ അവിൽ നനച്ചിട്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിൽ നനച്ചിട്ടല്ല, അവിൽ വിളയിച്ചിട്ട്. ഇത് എൻ്റേതായൊരു രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോഴായി പിന്നെ ഷുഗറിൻ്റെ ഐറ്റംസൊക്കെ കഴിക്കാൻ ഭയങ്കര ഒരു ക്രേവിങ്സ് ആണ്. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കിയിട്ടാണ് രാത്രി കഴിച്ചത്. ഇതാണ് അവിൽ വിളയിച്ചത്. ഞാനിതിനങ്ങനെ പേരിട്ടത് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ രാത്രി ഒരു പാക്കറ്റ് ലേസ് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ എന്തായാലും കമൻറ്റിൽ പറയുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.